നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഈ വചനം വായിക്കുന്നതിനനുസരിച്ച് ഒരു അഭിഷേകം നിറയും. പ്രൈസ് ദി ലോർഡ്. ഞാനിതിങ്ങനെ വെറുതെ വായിച്ചു വന്നപ്പോൾ കണ്ണൊടുക്കിയതാ, എൻ്റെ ദൈവമേ. പിന്നെ അവിടെ നമ്മൾ കുറച്ചധികം നേരം സ്റ്റക്കപ്പായി പോയി. അത്രയും മനോഹരമായിട്ടുള്ളൊരു വചനമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ കടന്നു പോകുന്നൊരു വചനമാണ്. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. കേട്ടോല്ലോ? നിങ്ങളിപ്പിട്ടേക്കുന്ന ചെരുപ്പ് എത്ര നാളായി മേടിച്ചിട്ട്? പറ. 6 മാസമായി കാണും, 1 വർഷമായി കാണും അല്ലേ? ഇട്ടേക്കുന്ന വസ്ത്രം 40 വർഷമായിട്ട് ഉപയോഗിക്കുന്ന വല്ലതും ഉണ്ടോ? 40 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കൊച്ചുമക്കൾക്ക് പോലും ഇടാൻ പറ്റിയല്ല അല്ലേ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, മരുഭൂമിയിലൂടെയാണ് നടക്കുന്നത്. AC കാറിലൊന്നുമല്ല, മുറിയിലൊന്നുമല്ല, പൊരിയുന്ന വെയിലത്ത് മരുഭൂമിയിലൂടെ ഒരു ജനത 40 വർഷക്കാലം നടന്നു. എന്നിട്ട് പറയാണ്, ആ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്ന കാലഘട്ടങ്ങളിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ മരുഭൂമി അനുഭവത്തിൽ അവരുടെ വസ്ത്രം പഴകി പോകുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്, ഈ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള മരുഭൂമി അനുഭവം ഇസ്രായേൽ ജനവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ നമ്മുടെ അനുദിന ജീവിതമാണ്. കാനാൻ ദേശം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മരുഭൂമി അനുഭവത്തിലൂടെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംരക്ഷണമില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ജീവിതത്തിന്റെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുന്ന അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കാലഘട്ടം വല്ലാതെ നമ്മെ ഭാരപ്പെടുത്തുന്ന, വല്ലാതെ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ അനുഭവത്തിലൂടെയാണ് 40 വർഷക്കാലം ഇസ്രായേൽ ജനം യാത്ര ചെയ്ത്. ഇസ്രായേൽ പോയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് ചിലരെങ്കിലും. ഞാൻ കണ്ട് മോൻ കാണുമ്പോൾ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനകത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തിലേക്ക്, ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് പല സമയങ്ങളിൽ പോകുന്നത്. അതായത് ജോർദാനിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഇസ്രായേലിലേക്ക് കയറി പാലസ്റ്റീനുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഈജിപ്തിലേക്ക് പോകുന്നത്. ഇസ്രായേലിൽ നിന്ന് നമ്മൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു പോലീസുകാരൻ നമ്മുടെ വണ്ടി കയറും. അവൻ ഫ്രണ്ടിലിരിക്കും. അപ്പം നമ്മൾ ആദ്യം പോയപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഒരു പോലീസുകാരൻ വണ്ടി വരും, കയറും. നമ്മൾ വിചാരിച്ചു ഇതൊക്കെ എന്തിനാണെന്ന്. പിന്നീടാ പറഞ്ഞത്, ആ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം. അതുകൊണ്ട് ഒരു പോലീസുകാരനെ നമ്മുടെ വണ്ടി കയറ്റും. നമുക്ക് മുമ്പേ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു വാഹനം യാത്ര ചെയ്യും പോലീസ്. നമുക്ക് ആദ്യം പോയപ്പോൾ ഇത് അറിയത്തില്ലായിരുന്നു. ഓക്കെ, ആദ്യം പോയപ്പോൾ പറ, ഇതറിയത്തില്ലായിരുന്നു. രണ്ടാമത് പോയപ്പോൾ നമുക്കറിയാമായിരുന്നു എന്ത്, പോലീസുകാരൻ കയറുന്നു, നമുക്ക് മുമ്പിൽ പ്രൊട്ടക്ഷൻ്റെ യാത്ര ചെയ്യുന്നൊക്കെ നമുക്കറിയാമായിരുന്നു. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, പരീക്ഷയൊന്നുമല്ല എന്നാൽ ചോദിച്ചേക്കാം. 40 വർഷക്കാലം ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് കടന്നു വന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ നാളെ എന്ത് സംഭവിക്കുമെന്ന്? പറ. മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന്, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഒരു വിവരവും ഇല്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. മുന്നിലുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല. ഓരോ സമയത്തും മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നാട് ചെങ്കടല്. ഇതാ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഭക്ഷിക്കാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ കുടിക്കാനൊന്നുമില്ല.
പിന്നെയാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയും ചൂടും വെയിലൊക്കെ. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോൾ ആരാധിക്കാനൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ മുന്നിൽ കണ്ട് അതിനെ കർത്താവ് എടുത്തു മാറ്റി ആ വിഷയത്തെ അതിജീവിക്കാൻ കർത്താവിൻ്റെ പ്രത്യേക കരുണയും കൃപയും അനുഗ്രഹം കിട്ടി. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഓരോരോ നവീനമായ പ്രശ്നങ്ങളെ അതിജീവിച്ച് 40 വർഷക്കാലം ഈ ജനം നടന്നു. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അവർ വിചാരിച്ചിരുന്നത് അവരിട്ടിരിക്കുന്ന ചെരുപ്പ് തേഞ്ഞു തീരുമെന്നും അവരിട്ടിരിക്കുന്ന വസ്ത്രം പഴകിപ്പോകുമെന്ന് ഓരോ ദിവസവും അവരാശങ്കപ്പെട്ടിട്ടുണ്ടാകും, ഇല്ലേ? യാത്ര വൈകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, യാത്ര വൈകുമ്പോൾ ആ 14 ദിവസത്തെ യാത്രകളെ, അപ്പോൾ ഒരു ഡ്രസ്സ് മതി. നിങ്ങളെല്ലാം പറഞ്ഞു ഒരു ഡ്രസ്സ് മതി, അന്നത്തെ കാലത്തെ ഒറ്റ ഡ്രസ്സൊക്കെ മതി ഈ 14 ദിവസത്തെ യാത്രയ്ക്ക്. അങ്ങനെ വിചാരിച്ചിറങ്ങിയതാ. തുടങ്ങിയിട്ട് വല്ലയിടത്ത് എത്തുന്നുണ്ടോ? ഇനി എവിടെയെങ്കിലും എത്തിയോ? ഒന്നും ആയിട്ടില്ല. നേരെ പോകേണ്ടതിന് വളഞ്ഞു തിരിഞ്ഞൊക്കെ അവരെ കൊണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ 40 വർഷക്കാലം ഈ ജനം ഓരോരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇന്നെത്തും നാളെ എത്തുമെന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 40 വർഷക്കാലം ഒരു ജനത നടന്നു. എന്നിട്ട് ഈ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ 40 വർഷക്കാലം ദൈവത്തിൻ്റെ സംരക്ഷണം ഇവരുടെ കാൽപാദങ്ങളെ നയിച്ചു. ഓർക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമരുത്ത് പറഞ്ഞേ, ഹാലേലൂയ, ഹാലേലൂയ. ഇതുവരാണ് വസ്ത്രം കീറിപ്പോയില്ല, പഴകിപ്പോയില്ലെന്ന്. ദൈവമേ, നമ്മളെ കിട്ട് എത്ര പുതിയ വസ്ത്രം മേടിച്ചാലും അലക്ക് കഴിയുമ്പോണ്ടല്ലോ. ഞാൻ മേടിച്ചതല്ല, പക്ഷേ എനിക്കൊരാൾ പണ്ട് തന്നൊരു വസ്ത്രം, നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള നീല കളറാണ്. അപ്പം നല്ല നീല കളർ ഡ്രസ്സ് ഇപ്പം നമുക്ക് വലിയ സന്തോഷമൊക്കെ. ഏതായാലും സൗജന്യമായിട്ട് കിട്ടിയതല്ലേ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇടല് ഈ പറയുന്ന പോലെ കിട്ടിയ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നേരെ ഇട്ടുകൊണ്ട് പോയി. ചിലതൊക്കെ നമ്മൾ അലക്കിയിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. നമ്മൾ നേരെ ഇട്ടു. ആ വടിവൊക്കെ കളയണ്ടല്ല എന്ന് കരുതി നമ്മൾ ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അലക്കാൻ വയ്ക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാസക്കും പിന്നെ ഇതെല്ലാം കൂടി കൂട്ടി ഈ ഡ്രസ്സും കൂടി കൂട്ടി അങ്ങോട്ട് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു. സാധാരണ കുറച്ച് നേരം മുക്കിയൊക്കെ വെച്ച് വൈകിട്ട് കുളിക്കുന്ന സമയത്ത് അവിടെ ടോയ്ലറ്റിൽ തന്നെ കുന്തങ്കാലിൽ കുത്തിയിരുന്നാണ് അലക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട് പ്രായമായ വൈദികരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഒരാൾ മേടിച്ചെന്നുകൊണ്ട് ഇപ്പോൾ സൗകര്യമുണ്ട്, അതിനകത്ത് അലക്കാം. അപ്പോൾ ഈ കാരിസ്വെൽ വന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ നമ്മുടെ തന്നെ പേഴ്സണൽ മുറികളിൽ ഇരുന്ന് നമ്മൾ നിലത്ത് കുത്തിയിരുന്ന് ഈ കാസക്കും ഈ ലോഹയും ഇതൊക്കെ അലക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം കൂടി മുക്കി വെച്ച് എന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ മുക്കി വെച്ച് വൈകിട്ട് അലക്കാലോ എന്ന് കരുതി ഞാൻ വൈകിട്ട് അലക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് കയറി. ഞാൻ പൊക്കി നോക്കിയപ്പോൾ എൻ്റെ വെള്ള ലോഹ നീല ലോഹയായി. അപ്പം ഞാൻ വിചാരിച്ചു അത് ഷർട്ടാന്ന് വിചാരിച്ചിട്ടിട്ട് അടുത്തത് നോക്കിയപ്പോൾ അതായിരുന്നു ഷർട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി പൊക്കി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി നീലം മുക്കണ്ട, ലോഹയ്ക്ക് നീലം മുക്കണ്ട. കാരണം എന്താ, ഓൾറെഡി നീലം മുക്കി കിട്ടി. ഇപ്പോൾ ലോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ള കുഴപ്പമില്ലായിരുന്നു, വേറെ കുറച്ച് സാമഗ്രികളും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരേ കളറായി. അത് ഞാനിപ്പോഴും മറക്കുകയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലത് തന്നോളണം. ഈ പെട്ടെന്ന് കഴുകുമ്പോൾ കളർ പോകുന്നൊന്നും തന്നേക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഏതാനും ദിവസങ്ങൾക്കുള്ളിലും മാസങ്ങൾക്കുള്ളിലും പഴകിപ്പോകും. അതല്ല, നമ്മൾ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുവാന്ന് വിചാരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ? അലീഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ? ചിക്കൻ ബിരിയാണിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അലീഷയ്ക്ക്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വിജലച്ചിന് ഇവിടുന്ന് ചിക്കൻ ബിരിയാണി മേടിച്ചുകൊണ്ട് അലീഷ ഇടയ്ക്ക് വരിക. ഇവിടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് വരാമല്ലോ. അപ്പം ഞാൻ നിനക്ക് അലീഷയ്ക്ക് വേണമെന്ന് എല്ലാ ദിവസവും രാവിലെ ചിക്കൻ ബിരിയാണി തരുവാന്ന് വിചാരിക്കും. ഒരാഴ്ചയൊക്കെ പന്നി കപ്പ കണ്ടതുപോലെ ആയിരിക്കും ചിലപ്പോൾ അലീഷ തിന്നുന്നത്. രണ്ടാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും അലീഷ ചോദിക്കും, അച്ഛാ ഈ ചിക്കൻ ബിരിയാണി മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? എത്ര ഇഷ്ടമാണെങ്കിലും ഏതാനും ദിവസം അടുപ്പിച്ച് ഒരേ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുക്കും, ഇല്ലേ? ഒരേ ഭക്ഷണം തന്നെ. ഈ ചിലവരൊക്കെ ക്യാരിസ് ഭവനിൽ വരുമ്പോൾ
ഞങ്ങൾ അച്ഛന്മാരുടെ കൂടെ ഇരുന്നോ ശുശ്രൂഷയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു 5 സ്റ്റാർ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയും ഭാര്യയും 2 പിള്ളേരും കൂടി ഇവിടെ ഒരിക്കൽ വന്നു. അന്ന് ഗ്യാരിസ്മലിൽ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മാംസമൊക്കെ ഒന്നുമില്ല. പക്ഷേ ഈ മോരുകറിയും നാരങ്ങച്ചാറും പിന്നെ ഒരു തോരനും അന്നുണ്ടായിരുന്നു. ആ സമയത്ത് വന്നപ്പോൾ പയറ് തോരനൊക്കെ ഉള്ള സമയം. അപ്പോൾ ഞാൻ വിളിച്ചവരെ ഭക്ഷണത്തിന് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വലിയ കറികളൊന്നുമില്ല, വെള്ളിയാഴ്ചയാണ്, സാറിന് ഇങ്ങനെയൊക്കെയാണ്, വൈകിട്ടാണെങ്കിൽ ഇച്ചിരി മീൻകറിയൊക്കെ ഉണ്ടായനെ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഉള്ളത് കുഴപ്പമില്ല അച്ഛാന്ന് പറഞ്ഞ് അവരും ഇതെല്ലാം വിളമ്പി കൊടുത്തു. അപ്പോഴേക്കും ഈ പെങ്കൊച്ച് അവളെനിക്ക് ഒന്ന് അന്ന് 4 or 5 കഷ്ടി അത്രേ ഉള്ളൂ. ഇപ്പോൾ വലിയ കൊച്ചായി കേട്ടോ. അപ്പോൾ അവള് ഈ കൊടുത്ത സാധനമൊക്കെ ഇച്ചിരി മോരുകറിയും ചോറും അച്ചാറും പയറൊക്കെ പുള്ളിക്കാരത്തി ഇത് മുഴുവനും തനിയിരുന്ന് ഫുള്ള് കഴിച്ചു. എന്നിട്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ചു എനിക്ക് ഇച്ചിരി കൂടി ചോറ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എടി നീ ചോറ് തരാമല്ലോ. ഞാൻ എടുത്തുകൊണ്ട് അവൾക്ക് വീണ്ടും കൊടുത്തു. അവൾ ഇതും കൂടി കഴിച്ച്. ഈ തള്ള അവളെ രൂക്ഷമായിട്ട് നോക്കുക. ഞാൻ പറഞ്ഞു അവൾ കഴിച്ചോട്ടെ. അപ്പം പറഞ്ഞ് എന്താ അച്ഛാ അതുകൊണ്ടല്ല അച്ഛാ, ഇവിടെ അവൾക്ക് ഇഷ്ടമുള്ളത് വലിയ ഹോട്ടലാണ്, എല്ലാ നേരം അവൾക്ക് ഏത് വേണമെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാം, ഒന്നും കഴിക്കാല്ല ഈ സാധനം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മോരുകറിയും ഈ പയറ് തരാം. എന്നിട്ട് ഇവള് പറയാണ് നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ സാധനം ആയതുകൊണ്ട് ഇച്ചിരി മാറി കഴിച്ചപ്പോൾ അവൾക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണല്ലോ നമ്മൾ അയൽവക്കക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും പറയും ആ കണ്ടോ എന്ത് ടേസ്റ്റാണ്. കാരണം അത് എല്ലാ ദിവസവും ഈ തള ഉണ്ടാക്കുന്ന ഈ സാധനം കഴിച്ച് ചിലവർ പറയും എടി ഇത് തന്നെയുള്ളൂ വേറൊന്നും ഇല്ലേ, ഇച്ചിരിയൊക്കെ മാറ്റി പിടിക്കി എന്നൊക്കെ നമ്മൾ പറയില്ല. കാരണം ഒരേ ഭക്ഷണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ടും. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ നാളുകളിലൊന്നും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് നാളുകൾ വിവാഹം കഴിഞ്ഞിട്ട് വന്ന ഒരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അച്ഛാ എല്ലാ ദിവസവും 24 മണിക്കൂറും ഈ പിശാചിൻ്റെ മോന്തയും കണ്ടുകൊണ്ടിരിക്കണ്ടേ. ഭാര്യയെക്കുറിച്ച് പറഞ്ഞ ഒരു ചേട്ടൻ പറഞ്ഞ 24 മണിക്കൂർ ഈ മോന്ത തന്നെയല്ലേ കാണുന്നേ, മാറ്റാൻ പറ്റിയല്ലോ. അപ്പൊ ചിലവർക്ക് വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോൾ മടുപ്പ് തോന്നും. കാരണം എന്താ എല്ലാം ഏതാണ്ട് റൊട്ടീൻ പോലെയായി. സെയിം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ സെയിം, കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഏകദേശമൊക്കെ സെയിം, മടുപ്പ് തോന്നാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ മടുപ്പ് തോന്നുന്ന ദാമ്പത്യങ്ങളാണ് തകർന്നു പോകുന്നത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 15 വർഷമായി നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ വെളിയിൽ അങ്ങനെ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മടുപ്പുമില്ല. ഞാൻ പിന്നെ പറയാം കുറച്ച് കേട്ടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈദികരായി പൗരോഹിത്യമൊക്കെ സ്വീകരിച്ച് കാരിസ്ബോനിൽ ഞാൻ വന്നിട്ട് 15 വർഷമായി. 1-2 അല്ല 15 വർഷമായി. 15 വർഷക്കാലം രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ബൈബിള് വായിക്കുന്നു, കുർബാന ചെല്ലുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ആൾക്കാരെ കാണുന്നു, ധ്യാനം നടത്തുന്നു, വൈകിട്ട് കുർബാന ചെല്ലുന്നു, വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ധ്യാനം നടത്തുന്നു, ഇടവയെ ധ്യാനിപ്പിക്കുന്നു, യാരിസ്വരെ ധ്യാനിപ്പിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് തന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. മടുപ്പ് തോന്നിയല്ലേ? പറ. നിങ്ങളുടെ കാര്യം വന്നപ്പോൾ മടുപ്പ് തോന്നുന്നു, എൻ്റെ കാര്യം വന്നപ്പോൾ ഒരു മടുപ്പില്ലല്ലേ? നിങ്ങളുടെ കാര്യത്തിൽ മടുപ്പുണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ ഒരേ കാര്യം നിരന്തരമായി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും സ്വാഭാവികമായിട്ട്. പക്ഷേ നമ്മുടെ ദാമ്പത്യത്തിലും നമ്മുടെ വിളിയിലും നമുക്ക് മടുപ്പ് തോന്നാത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സർവ്വടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ചിലർ വിവാഹ ജീവിതം കഴിഞ്ഞ് ദാമ്പത്യം കഴിഞ്ഞ് 10-50 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയണ്ട അച്ഛാ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞ് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ആരോഗ്യം കുറഞ്ഞ്, ശക്തി കുറഞ്ഞ്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, മുടിയൊക്കെ നരച്ച്, എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ലെന്ന്. നോർമലി അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അത് സംഭവിക്കുന്നതിന് കാരണം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 22-ാമത്തെ വചനം,
കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മെ നവീകരിക്കുന്നത് കൊണ്ട്, നമുക്കൊരു പുത്തൻ അനുഭവം തരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. പഴയത് തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നിയേനെ. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സ്നേഹം, നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന അനുഭവം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. പലതവണ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 40 വർഷക്കാലം ഒരു ജനത ഈ മരുഭൂമിയിലൂടെ നടന്നിട്ട് ഇവരുടെ ചെരുപ്പ് തേഞ്ഞു പോകുകയോ ഇവരുടെ വസ്ത്രം കീറിപ്പോവുകയോ പഴകിപ്പോവുകയോ ചെയ്തില്ല. കാരണം എന്താ? ഓരോ ദിവസവും ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പരിപാലന, അവന്റെ കരുതൽ, വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവിക ഇടപെടലുകൾ ഓരോ പ്രശ്നങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോ ചെങ്കടൽ പകുത്ത് തരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുക. മുന്നോട്ടങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണമില്ലാതെ വേദനിക്കുമ്പോ സ്വർഗത്തിൽ നിന്നും മന്ന വർഷിച്ചിട്ട് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുക. മുന്നോട്ട് വെള്ളമില്ലാതെ ദാഹിക്കുമ്പോ പാറയിൽ അടിച്ച് വെള്ളം നൽകുന്ന ഒരു ദൈവത്തിന്റെ അതിശക്തമായ കരം ഇവരനുഭവിക്കുക. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും അസ്വസ്ഥകൾ ഉണ്ടാകുമ്പോ ബുദ്ധിമുട്ടുണ്ട്, ദൈവം ഇവരെ സംരക്ഷിച്ച് വഴി നടത്തുക. പകല് മുഴുവനും ഈ പൊരിയുന്ന വെയിലത്ത് ഈ ജനം നടക്കുമ്പോ പകൽ മേഘസ്തംഭമായി, രാത്രിയുടെ യാമങ്ങളിൽ മരുഭൂമിയിൽ ഇരുട്ടും അന്ധകാരം നിറഞ്ഞ ഇടകളിലൂടെ നടക്കുമ്പോ രാത്രി അഗ്നിസ്തംഭമായി ദൈവം ഇവരുടെ കൂടെ നടക്കുക. ഹല്ലേലൂയ. ഓരോ സമയത്തിലും കർത്താവിൻ്റെ ഒരു പുതിയ സ്നേഹം ഇവരനുഭവിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കാൻ പോവാണ്, ചോദ്യത്തിലേക്ക് വരികയാണ്. ഇസ്രായേൽ ജനം 40 വർഷക്കാലം ഇന്നലകളിൽ നടന്നത് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ആണല്ലോ? അവർ ഈ 40 വർഷക്കാലം നടന്നപ്പോ അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, ചെരുപ്പ് തേഞ്ഞു തീർന്നില്ല, രാത്രി അഗ്നി സ്തംഭമായി, പകൽ മേഘസ്തംഭമായി. അവരുടെ ഓരോ കാൽവെപ്പിലും ദൈവം അവരെ കൈപിടിച്ച് നടത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസത്തിന്റെ അനുഭവമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തൽ ഓൾറെഡി നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞവരാണ്. ഈ അത്ഭുതം നമ്മൾ കണ്ടു കഴിഞ്ഞവരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മരുഭൂമി ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ സ്വർഗീയ കാനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ, ഇന്നലകളിൽ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ദൈവം ഒരു ജനത്തെ നടത്തിയപ്പോൾ അവരുടെ വസ്ത്രം പഴകിപ്പോവുകയോ അവർ ഇട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞു പോവുകയോ ചെയ്തില്ല എന്നുള്ള ആ ദൈവിക പരിപാലനയുടെ കരം ഇന്ന് പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ നമ്മുടെ കൂടെ ഇല്ലേ? ഉറക്കെ പറ. അതൊന്നും മിണ്ടാതിരിക്കുന്നേ. അത് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് ഈ അഭിഷേകം കിട്ടുന്നത്. നമ്മൾ ഈ നോമ്പ് കാലം 40 ദിവസത്തെ അല്ലെ, ചിലർ 50, ചിലർ 40, എത്തിയുടെ ഇതിലൊക്കെ 40 നോമ്പാണ്, ബിബ്ലിക്കൽ നോമ്പാണ്. ദൈവവചനത്തിൽ കർത്താവ് 40 ദിവസം ഉപവാസം എടുത്തു, 40 വർഷക്കാലം മരുഭൂമിയിലൂടെ. അപ്പോൾ ഒരു ബിബ്ലിക്കൽ നോമ്പാണ്. അപ്പോൾ ഈ 40 വർഷക്കാലം അല്ലെങ്കിൽ നമ്മൾ 40 നൊയമ്പെടുത്ത് നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ആ മനോഭാവത്തിന്റെയും പൂർണ്ണതയിലേക്ക് വളരാൻ നമ്മൾ ആഗ്രഹിച്ചു. ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരുഭൂമിയിൽ യേശുവിനുണ്ടായിരുന്നത് പോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈശോയ്ക്ക് മരുഭൂമിയിൽ വെച്ച് പ്രലോഭനം ഉണ്ടായില്ലേ? 40 ദിവസം ഉപവാസം എടുത്തപ്പോൾ ഈശോയ്ക്ക് അവിടെ പ്രലോഭനം ഉണ്ടായിരുന്നു. ഈശോ സുഖമായിട്ട് അവിടെ കടന്നുറങ്ങുമല്ലേ ഇത്. ഉപവാസം എടുത്ത കാലങ്ങളിൽ, നോമ്പെടുത്ത കാലങ്ങളിൽ ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായിരുന്നു. കല്ലുകളെ അപ്പമാക്കി മാറ്റാനുള്ള പ്രലോഭനം, അതാണല്ലോ ഏറ്റവും വലിയ പ്രലോഭനം. എന്താണ്? വിശന്നിരിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണ്? ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്, അല്ലേ? അതാണ് നമ്മുടെ പ്രലോഭനം. വിശന്നിരിക്കുന്ന ഒരുവന്റെ മുമ്പിൽ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാന്നുള്ളതാണ്. ചിലവരൊക്കെ നോമ്പെടുക്കും, ചിലവർ നോമ്പെടുക്കില്ല ഒരു വീട്ടിൽ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? നോമ്പെടുക്കാത്തവര് മറ്റുള്ളവർ നോമ്പെടുത്ത ഭക്ഷണം വീട്ടിൽ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തിട്ട്
ടിൻഡിടേ കൊതിപ്പിക്കാനായിട്ട് ഈ പാത്രം പിടിച്ചുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ടിൽ കൂടി നടക്കും. എന്നിട്ട് ചിക്കനൊക്കെ എന്താ ടേസ്റ്റ്, മീനൊക്കെ എന്നാ ടേസ്റ്റ്, മുട്ടയ്ക്കൊക്കെ പഴയ ടേസ്റ്റ് അല്ലല്ലോ, പുതിയ ടേസ്റ്റ്. പ്രലോഭിപ്പിക്കാനേ ചിലവരിങ്ങനെ മുമ്പിൽ കൂടി നടന്ന് പ്രലോഭിപ്പിക്കും. ഹല്ലേലൂയ. ഈശോ 40 ദിവസം ഇങ്ങനെ ഉപവാസമൊക്കെ എടുത്ത് ആ ഉപവാസത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ പിശാച് കൊടുത്ത ഒരു കെണിയാണ്, ഒരു പ്രലോഭനമാണ് തൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്താനുള്ള പിശാചിൻ്റെ ഒരു ആലോചന, ഒരു തീരുമാനം, ഒരു പ്രേരണ. ഇത് ഈശോയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ശരീരത്തിൻ്റെ ചില പ്രവണതകളെ നോമ്പും ഉപവാസമൊക്കെ എടുത്ത് കടിഞ്ഞാണിടാൻ തീരുമാനം എടുക്കുമ്പോൾ ശക്തമായ പ്രലോഭനങ്ങൾ ശരീരത്തിനുണ്ടാവും. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രലോഭനം. കാരണം എന്താ, ഈശോ ഉപവാസം എടുത്തപ്പോഴാണ് ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുമ്പത് കാര്യങ്ങളൊന്നും അവിടെ എഴുതിയില്ല. ഈശോ തനിക്ക് 30 വയസ്സായി തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച കാലഘട്ടങ്ങളിലാണ് യേശുവിന് ജഡത്തിന്റെ പ്രലോഭനം ഉണ്ടായത്. ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ആ പ്രലോഭനം പിശാച് എറിഞ്ഞുകൊടുത്തത് ഉപവാസത്തിന്റെയും നോമ്പിന്റെയും കാലഘട്ടങ്ങളിലാണ്, പ്രാർത്ഥനയുടെ കാലഘട്ടങ്ങളിലാണ്. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് ശരിക്കും അതിശക്തമായ പ്രലോഭനങ്ങൾ ജഡത്തിലുണ്ടാകും, ശരീരത്തിലുണ്ടാകും. ശരീരത്തിന്റെ പ്രവണതകളെ തൃപ്തിപ്പെടുത്താനുള്ള അനുഭവം ഉണ്ടാകും. ഉറക്കം വരുമ്പോൾ ഇരുന്നുറങ്ങും, അതൊരു ശരീരത്തിൻ്റെ പ്രവണതയാണ്. തിന്നണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തിന്നും. പാപം ചെയ്യണമെന്ന് മനസ്സിലൊരു തോന്നലുണ്ടായാൽ നമ്മളത് ചെയ്യും. ഇന്ന് കഴിഞ്ഞൊരു ധ്യാനത്തിന് വന്നൊരു പയ്യൻ, നല്ല പയ്യനാണ്, അവനെ സംസാരിച്ചപ്പോൾ നല്ല പയ്യൻ. പക്ഷെ അവൻ്റെ പ്രശ്നമുണ്ട്, കൂട്ടി തുടങ്ങിയാൽ പിന്നെ പരനാറി എന്ന് വേണമെങ്കിൽ പറയാം. അത് അവനുപയോഗിച്ച വാക്കാണ്. വെച്ചാൽ കൂടി തുടങ്ങി ഞാൻ പരനാറിയാന്നാണ് പറഞ്ഞത്. എന്നാൽ കുടിച്ചില്ലേ, എത്ര ദിവസം, ചിലപ്പോൾ 1-2 മാസമൊക്കെ ഞാൻ കുടിക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ 2 മാസം കുടിക്കാതിരുന്നാൽ നിനക്ക് പിന്നെ അങ്ങോട്ട് കുടിക്കാതിരുന്നാൽ പോരെ. 2 മാസം കുടിക്കാതെ ഏതെങ്കിലും ബാറിൻ്റെയോ ഷാപ്പിൻ്റെയോ ഒക്കെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആരോ എൻ്റെ കഴുത്തിന് പിടിച്ച് വലിക്കുന്ന പോലെയാന്ന് പറഞ്ഞത്. അല്ല, ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് പോകേണ്ട ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകും. എൻ്റെ കഴുത്തിന് പിടിച്ച് ആരോ വലിക്കുന്നത് പോലെയാന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് ഷാപ്പിലേക്ക് അല്ലെങ്കിൽ ഈ മേടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ എന്നെ ഇങ്ങനെ വലിച്ചിഴയ്ക്കുന്ന പോലെയെന്ന് പറയും. ആ പാപത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെയെന്നാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ തീരുമാനമൊക്കെ എടുത്തായിരിക്കും പോകുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രേരണ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നല്ലേ എന്ന് പറയും. അവിടെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുപ്പി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്ന ഫുൾ ടാങ്ക് അവൻ തന്നെ അടിക്കും. അടി തന്നെ അടി. പിന്നെ 3-4 ദിവസം അടിച്ച് പാമ്പായി അവിടെ കിടന്ന് ഛർദ്ദിച്ച് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് നോർമലായി തിരിച്ചു വന്നാൽ പിന്നെ കുറച്ചാൾ വലിയ കുഴപ്പമില്ലാതെ പൊക്കോളും. പല രീതിയിലാണ് ചിലർക്ക് അഡിക്ഷനെ. ചിലവർ ഡെയിലി അടിക്കും, അടിക്കാതെ കിടക്കാൻ പറ്റാത്തവരുണ്ട്, അതൊരു തരം അഡിക്ഷനാണ്. ചിലർക്ക് അടി തുടങ്ങിയ നിർത്താൻ പറ്റിയല്ല. ചിലർ 2 മാസം കൂടുമ്പോഴേ അടിക്കുള്ളൂ. ഈസ്റ്റർ, ക്രിസ്മസ്, 8 നോമ്പ്, 9 നോമ്പ്, 15 നോമ്പ്, 3 നോമ്പ്, ഏത് നോമ്പ് വന്നാലും നിർത്തും. നോമ്പ് തീർന്നു കഴിയുമ്പോൾ തുടങ്ങും. ഇതൊരു പ്രത്യേകതര അടിയാണ്. ഈ ജഡത്തിൻ്റെ ഒരു പ്രേരണ, ജഡത്തിൻ്റെ ഒരു പ്രേരണയെ വചനം പറയുന്നില്ല, ആത്മാവിനാൽ നിഹനിക്കണമെന്നാണ് വചനം പറയുന്നത്. അപ്പം അതെല്ലാവർക്കും ഉണ്ട്. ഈശോയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്കുണ്ട്, എനിക്കുമുണ്ട്. ഹല്ലേലൂയ. ഈ പ്രലോഭനം, ജഡത്തിന്റെ പ്രലോഭനം നമ്മൾ ശരീരത്തിലായിരിക്കുവോളം ഉണ്ട്. കർത്താവേ എനിക്ക് പ്രലോഭനം തരല്ലേ, എനിക്ക് പ്രലോഭനം തരല്ലേ, എനിക്ക് കർത്താവേ ഒരിക്കലും ഒരു പ്രലോഭനം തരല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രലോഭനം ഉണ്ടാവും. ഒരിക്കലും പ്രലോഭനം ഇല്ലാതാകുന്നില്ല. സ്വരം എടുത്ത് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഒരിക്കലും വിചാരിക്കും നമുക്ക് ഒരിക്കലും പ്രലോഭനം ഉണ്ടാകുന്നില്ല. നമുക്ക് നിരന്തരമായ പ്രലോഭനങ്ങൾ
ഈ ശരീരത്തിലായിരിക്കുമ്പോൾ, ജഡത്തിലായിരിക്കുമ്പോൾ നമുക്ക് നിരന്തരമായ പ്രലോഭനങ്ങൾ ഉണ്ടാകും. കണ്ണുകൾക്ക് പ്രലോഭനം ഉണ്ടാകും, കാണാൻ പാടില്ലാത്തത് കാണാൻ. കാതുകൾക്ക് പ്രലോഭനം ഉണ്ടാകും, ദൈവം കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കേൾക്കാൻ. നാവുകൾക്ക് പ്രലോഭനം ഉണ്ടാകും, ദൈവം പറയരുതെന്ന് ആഗ്രഹിക്കുന്നത് പറയാൻ. ഹൃദയത്തിന് ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും. എന്താണ്? ദൈവം ചേർത്ത് പിടിക്കരുതെന്ന്, ഹൃദയം കൊണ്ട് സ്വന്തമാക്കരുതെന്ന്, ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുതെന്ന്, ദൈവം ആഗ്രഹിക്കാത്തതിന് സ്ഥാനം കൊടുക്കാനുള്ള ചില പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഈ കാര്യത്തിനിടയ്ക്കൊക്കെ പറയാറുണ്ട്, നിങ്ങൾ നോമ്പ് കാലത്ത് നാവിൽ ഭക്ഷണം വെച്ച് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഈ നാവ് കൊണ്ട് ഈ പരദൂഷണവും പറഞ്ഞ്, കുറ്റവും പറഞ്ഞ്, ഈ തെറിയും പറഞ്ഞ്, ഈ കെട്ടവാക്കും പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നത് ഉപവാസം എടുക്കുന്ന, നോമ്പെടുക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കുന്ന. ചിലർ ഭയങ്കര ഉപവാസമായിരിക്കും, വെള്ളം പോലും ഇറക്കുകയല്ല, വായെന്ന് വരുന്ന വാക്ക് കേട്ടാലുണ്ടല്ലോ. ചിലരുടെ ഉപവാസം ഞാൻ കണ്ടിട്ടുണ്ട്, അവർ രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് 5 മണി വരെ ഉപവാസമാണ്, വെള്ളം പോലും ചിലപ്പോൾ ഇറക്കുകയില്ല. അവരുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടായി. ചിലപ്പോൾ വായെന്ന് വരുന്ന ചില സംസാരം ഉണ്ടല്ലോ, ഇതൊരു പ്രവണതയാണ്, ഒരു പ്രലോഭനമാണ്. അതായത് നമുക്ക് ജഡത്തിൻ്റെ ഒരു പ്രലോഭനം തന്നെയാണ് നമുക്ക് ദൈവം ആഗ്രഹിക്കാത്തതും നമ്മുടെ നാവിൻ്റെ അഭിഷേകം കളയുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ള ദൈവിക ആലോചനയെ തകിടം മറിക്കാനുള്ള പിശാചിൻ്റെ ഒരു പ്രലോഭനമുണ്ട്. അപ്പം എന്തെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കാത്തതായിരിക്കും നാവിൽ നിന്ന് വരുന്നത്. നമ്മുടെ അഭിഷേകം കളയുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, വേണ്ടായിരുന്നു, ഞാൻ ഇന്നും കൂടി തീരുമാനമെടുത്ത നുണ പറയല്ലെന്ന്. എന്നിട്ടോ നുണ പറഞ്ഞു. ഞാൻ ഇന്നും കൂടി തീരുമാനമെടുത്തതാ നാവ് കൊണ്ട് പാപം ചെയ്യില്ലെന്ന്. എന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ അതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഏറ്റവും ശക്തമായൊരു അഭിഷേകം നമുക്ക് കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ ഒരു 500 വാക്ക് സംസാരിക്കുമെങ്കിൽ അതൊരു 250 കുറയ്ക്കുക. എണ്ണാനൊന്നും പോയേക്കരുത്. രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 1 2 3 4 5 6 പറഞ്ഞുകൊണ്ട് എണ്ണാനൊന്നും പോകണ്ട. നമുക്കറിയാമല്ലോ, നമ്മൾ അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് സംസാരിക്കുക. അതുകൊണ്ട് വചനം പറയുന്നത്, കുറച്ച് സംസാരിക്കുന്നെങ്കിൽ കുറച്ച് തെറ്റേ പറ്റൂ, കൂടുതൽ സംസാരിക്കുന്നത് കൂടുതൽ തെറ്റ് പറ്റുമെന്ന് പറഞ്ഞു. ആവശ്യമുള്ളിടത്ത് സംസാരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കെട്ടിയും ചോദിക്കും, നിന്റെ അണ്ണാക്കിൽ എന്നാടിയെന്ന് ചോദിക്കും. ചിലപ്പോഴേ ആവശ്യമുള്ള സമയത്തൊക്കെ മിണ്ടാതിരുന്നിട്ട് ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കുകയും ചെയ്യും. അതല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ മൊത്തം ഇങ്ങനെ കലവില പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അളവ് ഇച്ചിരി കുറയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ആത്മീയ നേട്ടമില്ലാത്ത, അനാവശ്യമായ ഒരാത്മീയ നന്മ നമ്മളിൽ ജനിപ്പിക്കാത്ത വെറുതെ ഉള്ള സംസാരങ്ങൾ, വിലകെട്ട സംസാരങ്ങളൊക്കെ മാക്സിമം ബോധപൂർവം കുറയ്ക്കുക. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1, ഇതൊരു ജഡത്തിൻ്റെ പ്രേരണയാണ്. അപ്പം അതിനെ നമ്മൾ കടിഞ്ഞാണിടണം. കർത്താവിൻ്റെ കാലത്ത് മൊബൈലൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രലോഭനമാണ് തോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, ഇല്ലേ? രാവിലെ മുതൽ വൈകിട്ട് വരെ തോണ്ടി, ചിലരൊക്കെ തോണ്ടി ഇവിടെയൊക്കെ തയമ്പായി. രാവിലെ തോട്ടിക്കൊണ്ടിരിക്കല്ലേ. ആര് പറഞ്ഞല്ലോ, ഈ മറ്റേ ചുണ്ണാമ്പ് വെറ്റിലയിൽ തേച്ച് പിടിപ്പിക്കുന്ന പോലെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് തൻ്റെ ചുണ്ണാമ്പ് തേക്കാന്ന് ഒരു ചേച്ചി പറഞ്ഞു. രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോഴേ ചുണ്ണാമ്പ് തേക്കലാണ് പരിപാടി. ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മൊബൈലിന് അതിൻ്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിച്ചെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് അതിനകത്തുണ്ട്. അത് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മണിക്കൂറാണ്. ഈ വാട്സപ്പിലൊക്കെ പ്രത്യേക ടൈമിങ് വെക്കാൻ പറ്റും. ഒരു ദിവസത്തേക്ക് 3 മണിക്കൂർ 4 മണിക്കൂർ. അത് കഴിയുമ്പോൾ വാട്സപ്പ് ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ പിന്നെ അതുകൊണ്ട് കുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഓപ്ഷനുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു, ഇപ്പോൾ 10 മണിക്കൂർ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 5 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു 5-1 ഭാഗം കുറയ്ക്കുക. 5 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ആദ്യത്തെ ഈ ഒരാഴ്ചക്കാലം ഉണ്ടല്ലോ, 1 മണിക്കൂറെങ്കിലും ആ മൊബൈലിൻ്റെ യൂസേജ് കുറയ്ക്കുക. എന്നിട്ട് ആ സമയം എന്ത് ചെയ്യണം? പോയി കിടന്ന്
എന്ത് ചെയ്യണം? മൂടി പൊതിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. അല്ല, നമ്മൾ ഈ മൊബൈൽ തോണ്ടുന്ന സമയം നമ്മൾ സേവ് ചെയ്യുന്നതിനാണെന്നറിയാമോ? നമ്മൾ സാധാരണ അരമണിക്കൂറാണല്ലോ നമ്മൾ ബൈബിൾ വായിക്കുന്നത്. നമ്മുടെ സമയം നമ്മൾ ഈ നോമ്പ് കാലത്ത് അതിൻ്റെ ടൈമിങ് കൂട്ടുവാണ്. 1 മണിക്കൂർ നമ്മളെല്ലാ ദിവസവും ബൈബിൾ വായിക്കുക. നോമ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കേട്ടാ, മൈക്ക് നിങ്ങൾക്ക് തന്നിട്ടേ നോമ്പ് കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. 1 മണിക്കൂർ ഈ 50 ദിവസം നിങ്ങൾ ബൈബിൾ വായിച്ചാലുണ്ടല്ലോ, കംപ്ലീറ്റ് കളം മാറും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന സമയം നമ്മൾ വചനത്തിനായിട്ട് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം. അതൊരു സാക്രിഫൈസ് ആണ്. ഒരു ജഡത്തിൻ്റെ പ്രലോഭനത്തെ നാം അതിജീവിക്കുകയും ഈശോയോട് ചേർന്നിരിക്കാനുള്ള ഒരു തീരുമാനം ആ പ്രലോഭനത്തിൽ തന്നെ നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഗ്രേസ് നമുക്കുണ്ട്. എന്നൊരാൾ വേദനിപ്പിച്ചു. ആ വേദന എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി, വേദനയെ വിഷമായി. അപ്പോൾ ഞാൻ അയാളോടുള്ള ബന്ധമൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. മിണ്ടാട്ടൊന്നുമില്ല. അപ്പോൾ ആര് പറഞ്ഞു ക്ഷമയൊക്കെ പറ, വിട്ടേര് പറഞ്ഞു. പിന്നെ ഞാൻ എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഇനിയിപ്പോൾ വേറെ ഒരു ബന്ധത്തിനും പോകാതിരുന്നാൽ പോരെ. തമ്പുരാന് മുമ്പിൽ കുമ്പസാരത്തിൽ മാപ്പൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞ് ആ വ്യക്തിയായിട്ടുള്ള സകല ബന്ധം ഇടപാടും ഞാൻ അവസാനിപ്പിച്ചു. പക്ഷേ എനിക്ക് പകയോ വൈരാഗ്യോ ബുദ്ധിയോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ വ്യക്തിയായിട്ടുള്ള സകല ഇടപാടുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു, അവസാനിപ്പിച്ചു. ഇതൊരു സിറ്റുവേഷൻ, നമുക്കെടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇങ്ങനെ എന്നെ വേദനിപ്പിച്ച ഒരു ദൈവ പൈതലിനെ എൻ്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയോട് ക്ഷമിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ ഗ്രേസ് നമ്മളിലേക്ക് ഒഴുകുക, ഒരു എക്സ്ട്രാ അനോയിന്റിങ് നമ്മളിലേക്ക് ഭക്ഷിക്കപ്പെടുകയാണ്. ആദ്യത്തെ വളരെ നോർമലായിട്ട് പോകും, അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ എഫേർട്ടൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞില്ല 1 മൈൽ ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് എക്സ്ട്രാ മൈൽ അതിനകത്തില്ല, ഒന്നും എക്സ്ട്രാ ഇല്ല. സാധാരണ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഒരു എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞ് എന്നെ അതുപോലെ വേദനിപ്പിച്ച ഒരു ജീവിതത്തെ ഞാൻ ഹൃദയം കൊണ്ട് ക്ഷമിക്കുക മാത്രമല്ല, ഞാൻ ഇന്നു മുതൽ അവനെയും എൻ്റെ ഹൃദയത്തിലൊരിടം കൊടുത്ത് അവന് വേണ്ടി കൂടി, അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി ഞാനിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാറ്റ്സ് ആൻ എക്സ്ട്രാ മൈൽ. 1 മൈൽ കൂടി ഞാൻ അധികം സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈശോ തൻ്റെ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും കാലഘട്ടങ്ങളിൽ ഈശോയ്ക്ക് ശക്തമായ ജഡത്തിൻ്റെ പ്രലോഭനം ഉണ്ടായി. അതിനെ ഈശോ വചനത്താൽ അതിജീവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ജഡത്തെ നമ്മൾ കടിഞ്ഞാണിട്ടിട്ട് അതിന് വിപരീതമായ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ വചനത്തിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുക, വചനത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുക, വചനത്തിനായിട്ട് നമ്മൾ സമയം കൊടുക്കുക. വചനത്തിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അധികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ല, അയ്യോ എൻ്റെ എനിക്ക് ഭയങ്കര പ്രലോഭനം വെച്ചാൽ, എനിക്ക് എപ്പോഴും പ്രലോഭനം വെച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞ, ഞാൻ ഇപ്പോഴും ഈ കുമ്പസാരത്തിൽ വന്നപ്പോൾ പറയാനുള്ളൂ, ഞാൻ വീണ്ടും ഈ ഒരാഴ്ച കൊണ്ട് അതിനകത്ത് വീണുപോയി എന്ന് നമ്മൾ പറയുന്നവരുണ്ട്. നമ്മളത് കുമ്പസാരിക്കുകയും ചെയ്യും, ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ ഒരാഴ്ച കാലം വീട് സഞ്ചരിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് വീട് കുമ്പസാരത്തിന് വന്നിട്ട് പറയാം, അച്ഛാ ഞാൻ വീണ് പോയച്ചാ, അച്ഛൻ പ്രാർത്ഥിക്കച്ചാ, അച്ഛൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാ ഞാൻ വീണ് പോയെന്ന് പറയും. അവസാനമായിട്ട് അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കാഞ്ഞിട്ടാ ഞാൻ വീണ്ടും പോയെന്ന് പറയും. അങ്ങനെ ചിലപ്പോൾ പറയും ചിലർ, അച്ഛൻ പ്രാർത്ഥിക്കച്ചാ, അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കച്ചാ. ഇനി കുമ്പസാരം കഴിഞ്ഞിട്ട് തിരിച്ച് പോയപ്പോൾ ശക്തമായ പ്രലോഭനമുള്ള, കാരണം എന്താ, പിശാചിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ അതിനേക്കാളും ശക്തമായ പ്രലോഭനം വരുന്നത്. അതിനെ അതിജീവിക്കാൻ നമ്മളെ വചനത്തിൽ ഫിക്സ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ പിശാച് നമ്മളെ കൂട്ടിക്കൂടെ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ആ സമയം കൂടി നമ്മൾ ദൈവവചനത്തിനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ മുന്നോട്ടുള്ള ഈ കാനാൻ ദേശം, സ്വർഗീയ കാനാൻ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ജീവിതത്തിൻ്റെ മരുഭൂമിയാണ്. നമ്മുടെ ജീവിതം ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. നമുക്കറിയില്ല എന്നാ സംഭവിക്കുമെന്നുള്ളത്. നമ്മുടെ ജീവിതകാലത്ത് ഓരോ സമയത്തും ഓരോ ഇടവേളകളിലും ഓരോ ഇടനാഴികളിലും എന്ത് നമുക്കായി ഒരുക്കി വെച്ചിരിക്കും നമുക്കറിയില്ല. അത്ര കണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ മധ്യത്തിലൂടെ നടന്നു പോകുന്ന നമുക്ക് നാളെ എന്തെന്നറിയില്ല, ഇസ്രായേൽ ജനത്തെ പോലെ. പക്ഷേ നമുക്ക് മുമ്പിൽ ഒരു വലിയൊരു അടയാളം കിടപ്പുണ്ട്. എന്താണ്? നിയമാവർത്തനം 29:5 ഒരു ജനത്തെ, ലക്ഷങ്ങൾ വരുന്ന ഒരു ജനത്തെ ദൈവം ഈ മരുഭൂമിയിലൂടെ അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ നടത്തി എന്നുള്ളത് നമ്മളെയും അതേ ദൈവം
ഈ മരുഭൂമിയിൽ കാനാൻ ദേശത്തെത്തുവോളം നമ്മുടെ കൂടെ നിന്ന് നടത്തും എന്നുള്ളതിന്റെ അടയാളമാണ്. ഉറക്കെ പറ ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? പറ, ഉറക്കെ പറ. ഒന്ന് നടത്തു വച്ചോ? ഞാൻ എനിക്ക് അറിയില്ല അച്ഛാ, നാളെ പരീക്ഷയുണ്ട് അച്ഛാ, എനിക്ക് അറിയില്ല അച്ഛാ, മകന്റെ വിവാഹം നടന്നിട്ടില്ല അച്ഛാ. നടത്തൂന്നേ, അതല്ലേ കർത്താവ് പറഞ്ഞേ, നടത്തൂന്നല്ലേ പറഞ്ഞേ. അച്ഛാ മാസാവസാനാവുമ്പോ ലോൺ അടയ്ക്കണം അച്ഛാ, കടമുണ്ടച്ഛാ, വീട്ടണോന്നേ. ദൈവം തരൂതേ. ഇതാണ് കർത്താവ് പറഞ്ഞേ, ഇതാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ. അത് തരുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പരിപാലനയുടെ കര അനുഭവിക്കാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ജനം ഇതൊന്നും അറിയാതെ, അവരൊരിക്കലും വിചാരിച്ചില്ല ഓരോ ദിവസം നടന്നു പോകുമ്പോൾ ദൈവമേ ഇന്ന് ചെരുപ്പ് പൊട്ടോ എൻ്റെ കർത്താവേ, നാളെ ചെരുപ്പ് പൊട്ടോ കർത്താവേ, മറ്റന്നാൾ വസ്ത്രം പഴകി പോകോ എന്ന് ചിന്തിച്ച് ഒരു ജനത 40 വർഷക്കാലം നടന്നിട്ട് ഇത് സംഭവിച്ചില്ല. വെറുതെ ഇത് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പറ, ഇല്ല. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മരണം വരെ ദൈവം നമ്മളെ നടത്തൂന്ന്. അയ്യോ എന്റെ വസ്ത്രം പഴകി പോകാൻ, എന്റെ ചെരുപ്പ് തേഞ്ഞു ഒരു അച്ഛാ നല്ല കാര്യമുള്ളൂ. ചിലരുടെ കരച്ചിലും നിലവിളിയൊക്കെ കാണുമ്പോഴേ ഇതേ അനുഭവം ദൈവം നമുക്ക് തരൂന്ന്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി അതേ ജീവിക്കുന്ന കർത്താവാണ് ഇന്ന് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ നാളെ നടത്തും, നാളത്തെ കഴിഞ്ഞ് നടത്തും. നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, വസ്ത്രം പഴകി കീറിപ്പോകാതെ ആ കർത്താവ് നമ്മെ സ്വർഗീയ കാനാലിൽ എത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ വചനം ഇങ്ങനെ വായിക്കും ഒരു പ്രത്യേക അഭിഷേകം പറയുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയാം, എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ ഈ നമ്മുടെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെ കൂടെ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അച്ഛനേക്കാൾ ഹെഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കൂടി ഇവിടെ അവിടെ പറയുന്നു എന്നൊക്കെ വെച്ച് 1 വർഷം കൊണ്ടുള്ളത് 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിക്കാൻ ഞാൻ നോക്കിയാൽ നിയമാർത്ഥനം വായിച്ചിട്ട് കിടുക്ക് കടുപ്പിടുകയോ. ഇതിനു മുമ്പ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് വരച്ചിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യത്തെ വായനയിൽ ഞാൻ വരച്ചു. ഭയങ്കരമായൊരു അഭിഷേകമുണ്ട്. ദൈവ പരിപാലനയുടെ, ദൈവത്തിൻ്റെ കരുതലിൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു പ്രവൃത്തി അടങ്ങുന്ന വചനമാണ്. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ഒരു ജനത്തെ ദൈവം നടത്തിയിട്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞു പോവുകയോ അവരുടെ വസ്ത്രം പഴകി കീറിപ്പോവുകയോ ചെയ്യാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പരിപാലനയുടെ കരം അനുഭവിച്ച ഒരു ജനത. ആ ജനതയാണ് നമ്മൾ. ഉണ്ട്. അവരനുഭവിച്ചെങ്കിൽ അതേ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളെ എത്തിക്കും, നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം എന്താ? അവരാദ്യമായിട്ട് നടക്കുന്നതാണ്. അവർക്ക് മുൻകൂർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവരാദ്യമായിട്ട് നടക്കുന്നതാണ്. നാളെ എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന വഴിയാണെങ്കിൽ, പോകുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ മാപ്പൊക്കെ വെച്ച് അത് പിടിച്ച് തകർന്നൊക്കെ നമ്മൾ പോകുന്നത്. രണ്ടാമത് പോകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണ്. അത്യാവശ്യം വണ്ടി ഓടിക്കാനും വഴിയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യാനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വലിയ തെറ്റില്ലാതെ പോകാൻ പറ്റും. പക്ഷെ ആദ്യം പോയപ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചു, അമ്മിച്ചി എങ്ങനെയാണ് പോകണ്ടേ? അമ്മിച്ചി പറഞ്ഞു, തെക്കോട്ട് പോകും, റൈറ്റ് ടേൺ ആഫ്റ്റർ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ റൈറ്റ് എടുത്ത്, എന്നിട്ട് ടേക്ക് ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എടുത്ത് അവസാനം കണ്ടത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന്. അല്ലേ? എനിക്കും അനീഷിച്ചിരി ഒരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ എവിടെയോ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി പാലക്കാട് അവിടെ നിന്നങ്ങാണ്ട് വരുന്ന വഴിയാ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഷോർട്ട് കട്ട് കാണിച്ചു. അപ്പോൾ ഹൈവേ കൂടി പിടിപ്പിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഷോർട്ട് കട്ട്. അപ്പോൾ സമയം കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഏത് വഴി വേണമെങ്കിലും വിട്ടോ, ഞാൻ പുറകെ കിടന്ന് ഉറങ്ങുവാണ്, രാത്രി ആയതുകൊണ്ട്. ഏത് വഴിക്ക് വേണമെങ്കിലും വിട്ടോ. വെളുപ്പിനൂടെ വരുമ്പോൾ 2-3 മണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഏത് വഴിക്ക് വേണമെങ്കിലും വിട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ ഏതായാലും പുറകിൽ സുഖമായിട്ട് കടന്ന് ഉറങ്ങുവാണ്. പുള്ളി ഇങ്ങനെ കാണിച്ച മറ്റേ ചേട്ടത്തി കാണിച്ച മാപ്പുയി കൂടി പോയി അവസാനം ഒരു സ്ഥലത്ത് നിന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ച്, എടാ എഴുന്നേക്കടാ. ഞാൻ വിചാരിച്ച് കാരിസ്മയിൽ എത്തിയെന്ന് വിചാരിച്ച് ചാടി എഴുന്നിട്ട്. സാധാരണ എത്ര ദൂരം കടന്നുറങ്ങിയാലും ഈ നമ്മുടെ കോട്ടമുറിയിൽ ആ ഹമ്പ് ചാടുമ്പോൾ ഞാൻ എഴുന്നേക്കും.
അതെനിക്ക് കൃത്യം അറിയാം. അതിപ്പോൾ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് അവിടെ പുറകെ കിടന്ന് ഉറങ്ങിയിട്ടാണെങ്കിൽ പോലും ഹമ്പ് ചാടും. അത് കൃത്യം കാണക്കാരിയിലെ അല്ല, നമ്മുടെ കോട്ടമുറിയിലെ ഹമ്പ് ചാടുമ്പോഴേ ഞാൻ എഴുന്നേക്കുള്ളൂ. അതിന് മുമ്പ് എത്ര ഹമ്പ് ചാടി ഞാൻ എഴുന്നേക്കൽ, അത് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരം എഴുന്നേറ്റിരിക്കും. ഞാൻ ഇത്ര പെട്ടെന്ന് എത്തിയോ വിളിച്ച്, കാരണം ഞാൻ എഴുന്നേക്കണ്ട, നമ്മൾ എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു കണ്ടു നോക്കിയപ്പോൾ എനിക്കൊരു പിടുത്തമില്ല, കാരിസ്മാനല്ലേ. ഞാൻ ചോദിച്ചത് എവിടെ? പുള്ളി പറഞ്ഞു എനിക്കും അറിയത്തില്ല എവിടെയാന്ന്, പുള്ളിക്കും അറിയത്തില്ല എവിടെയാന്ന്. ഞാൻ പറഞ്ഞു അല്ല, ഇതിപ്പോൾ മാപ്പിൽ നോക്കി എവിടെ എത്തിയെന്ന്. മാപ്പിലൊക്കെ വഴി കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കനാലിൻ്റെ ഏതാണ്ടൊക്കെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെ ഈ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കനാല് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്, 3 തെങ്ങിൻ്റെ തടിയായിട്ടേക്കുന്നത്. ഇതിൽ കൂടി അങ്ങനെ വണ്ടി കയറ്റി അപ്പുറം പോകുന്നത്, ഷോർട്ട് കട്ട് എടുത്തതാ. 3 തടിപ്പാലം ഇട്ടേക്കുന്നത്, മറ്റേ തെങ്ങിൻ്റെ തടി വെട്ടിയിട്ടിട്ടുണ്ട്, അതിൽ കൂടി പോകാം അപ്പുറത്തേക്ക്. ഇവിടെ വണ്ടി പോവുകയല്ല. ഇവിടെ ഗൂഗിൾ അമ്മിച്ച് ഇത് മോളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞു തന്നാ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ ചെയ്യും. അപ്പോൾ അനീഷച്ചന് ഇങ്ങനെ റിവേഴ്സൊക്കെ എടുക്കാൻ ഇച്ചിരി സ്ട്രെയിൻ. അപ്പോൾ ചെറിയ വഴിയാണ്, ആരോ വഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ അപ്പുറത്ത് ഇരുത്തിയിട്ട് കണ്ണാടി നോക്കി. ഇരുട്ടല്ലേ, കൂരാക്കൂർ ഇരുട്ട്, ഇനി അങ്ങോട്ട് പോകുമെന്ന് ഒരു പിടുത്തുമില്ല. കുറേ നേരം പുറകോട്ട് എടുക്കണം, കാരണം ഞങ്ങൾക്ക് അവിടെ എങ്ങും വളയ്ക്കാനൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ റിവേഴ്സ് എടുത്തെടുത്ത് ആ കലിങ്ങിൻ്റെ സൈഡിൽ കൂടി എങ്ങാണ്ട് കുറേ നേരം പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു വളവ് കിട്ടിയത്. പറഞ്ഞു ഏതായാലും ഇതിൽ കൂടി പോയി നോക്കാം. വീണ്ടും ഗൂഗിൾ അമ്മിച്ചിട്ട് ഇടണ്ട വന്ന് ഇട്ട് നോക്കി. കുറച്ച് 2 റൗണ്ട് കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഇച്ചിരി വലിയ വഴിയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇനി ഊട് വഴിയൊന്നും എടുക്കണ്ട, നമുക്കറിയാവുന്ന വഴിയുണ്ടല്ലോ. അച്ഛൻ പിന്നെ അതിനകത്ത് മറ്റേ ഹൈവേസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ അച്ഛൻ മാറ്റിയിട്ട് അച്ഛൻ വണ്ടി എടുത്ത് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പുറകിൽ വീണ്ടും കിടന്നുറങ്ങി. ഇവിടെ വരെ കോട്ടമുറി വരെ സുഖമായിട്ട് ഉറങ്ങി, ഒരു കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന നമുക്കൊരു സ്ട്രെയിൻ ഉണ്ട്. ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന ഒരു സ്ട്രെയിൻ പുതിയ നിയമത്തിൻ്റെ ജനതയായ നമുക്കില്ല. കാരണം നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച 40 വർഷക്കാലത്തെ ഒരു ദൈവത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, പരിപാലനയുടെ കരം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ആ പരിപാലനയുടെ കരത്തിൻ്റെ കീഴിൽ നടന്നാൽ മതി. ഓരോ സമയത്തും ഈ തമ്പുരാൻ നമുക്ക് തരുമെന്ന് നമുക്കറിയാം.